കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ? കുളങ്ങുന്നത് കാവിലെ സ്ഥിതി എന്താ? നിങ്ങൾക്കറിയാലോ, നിങ്ങളിവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ. അവിടെയൊക്കെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവാണ്. മരുന്നില്ല. ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിക മേടിക്കണം, സർജിക്കൽ എക്യുപ്മെന്റ് മേടിക്കണം, നൂല് മേടിക്കണം, പഞ്ഞി മേടിക്കണം. പഞ്ഞിയില്ല പല ആശുപത്രിയിലും. പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറെ ആശുപത്രിയിൽ. പല വാക്സിനും ഇല്ലായിരുന്നു. ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നില്ല. കാരണം കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 934 കോടി രൂപ വേണമായിരുന്നു. ആദ്യം 356 കൊടുത്തു, പിന്നെ 150 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളത് 424. ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം 1015 കോടി. ആകെ അലോക്കേഷൻ 356 കോടി. ഈ 2 വർഷം കൂടി കൊടുക്കാനുള്ളത് 1100 കോടിയാ. ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ്, കൊടുക്കുന്നില്ല. മരുന്ന് സപ്ലൈ ഇല്ല. എന്നിട്ട് 2010 എത്രയായിരുന്നു പേഷ്യൻസ്? അന്ന് 25 കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കുന്നേ. ഇത് തന്നെയാണ് ഈ പ്രചരണം. ഗോവിന്ദൻ മാഷ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ വേറെ വല്ലതും ഉണ്ട്? അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യമന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു അവർ നിങ്ങളോട് സത്യം പറഞ്ഞു തരും. എന്താണ് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവര് വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം? അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടികളുണ്ടായി ഇങ്ങനെ നിൽക്കുന്നത്. ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്.